സ്റ്റീൽ വിൻഡോസിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ടാറ്റ സ്റ്റീൽ അല്ലാതെ ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ടാറ്റ മാത്രം പ്രിഫർ ചെയ്യുന്നത്? കേരളത്തിലേക്ക് ഒരുപാട് ഈ ടാറ്റയുടെ ഷീറ്റാണെന്നും പറഞ്ഞിട്ട് അതർ ബ്രാൻഡുകൾ ഒരുപാട് വരുന്നുണ്ട്, ലോക്കൽ ബ്രാൻഡുകളൊക്കെ. അപ്പോൾ ഈ സ്റ്റീൽ നനഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പിക്കുന്നുള്ള പൊതുവേ ഒരു ധാരണ മൊത്തത്തിലുണ്ട് ജനങ്ങൾക്കിടയിൽ. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ? കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടാറ്റയാണോ മറ്റേ അതർ ബ്രാൻഡാണോ എന്നുള്ളത് ഒരിക്കലും കസ്റ്റമർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണോ, അല്ല വേറെ എന്ത് ബിസിനസ് സ്ട്രാറ്റജീസാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ഒരു 15 ദിവസം കൊണ്ട് സ്റ്റീൽ സെക്ടറിൽ വീട് വലിച്ചു പോയ കുത്തുമലയിലൊക്കെ ആ സംഭവത്തിലൊക്കെ ഒരു 15 ദിവസം കൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് സ്റ്റീൽ വിൻഡോസ് എന്നുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കാൻ? നോർമലി ഉള്ള പടവ് ചെയ്യുന്ന ആളുകൾ, തേപ്പിൻ്റെ ആളുകളൊക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഞങ്ങൾക്കറിയില്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് തിരിയുന്നില്ല? ശരിക്കും അതെങ്ങനെയാണ് പോസിബിൾ ആയത്? ഇപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു 7 years കൊണ്ടൊക്കെ അങ്ങനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി? ആറ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ചാലിക്കരയിൽ ഒരു സിംഗിൾ ഷട്ടർ റൂമിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ബിൽഡിംഗ് ജോണറീസിൽ ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേഫ്റ്റി സ്റ്റീൽ വിൻഡോസ് ആൻഡ് മോർ കമ്പനിയുടെ ഫൗണ്ടറായിട്ടുള്ള സ്വാലിക് ബ്രോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. വെൽക്കം ബ്രോ. അപ്പോൾ കോഴിക്കോട് ചാലിക്കരയിൽ നിന്നാണ് തുടക്കം അല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റീൽ വിൻഡോസിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു തുടക്കം? കൊറോണ സമയത്താണോ നിങ്ങൾ എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു? നമ്മൾ 2017 ഇതിനെപ്പറ്റി ഒരു ആലോചന വരുന്നത്, സ്റ്റീൽ വിൻഡോസിൻ്റെ മാനുഫാക്ചറിങ് ആൻഡ് റീറ്റെയിലിംഗ് എന്നുള്ളതിനെ പറ്റി. 2018 കൂടി നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ ചാലിക്കരയിലെ ഒരു സിംഗിൾ ഷട്ടർ റൂമിൽ നിന്നാണ് നമ്മളുടെ സ്റ്റാർട്ടിങ്. ഇപ്പം കേരള, കർണാടക, തമിഴ്നാട്, പിന്നെ മഹാരാഷ്ട്ര, അതേപോലെ ഗോവ, 5 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ്ങും ചെയ്യുന്നുണ്ട്. അതെ, മാനുഫാക്ചറിങ് ആൻഡ് റീറ്റെയിലിംഗ് ആണ്. മാനുഫാക്ചറിങ് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് വരുന്നത്. ഓക്കെ. വളാഞ്ചേരി. ശരിക്കും എന്താ ഈ സ്റ്റേഫ്റ്റി എന്നുള്ളൊരു പേര് ഇടാനുള്ള കാരണം? സ്റ്റേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിലെ എയിം ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റീലിൻ്റെ വിൻഡോസ് ആൻഡ് ഡോർസ് എന്നുള്ളതാണ്. സ്റ്റേ ആൻഡ് സേഫ് എന്നുള്ളതാണ് സ്റ്റേഫ്റ്റി. അതെ, സേഫായിട്ട് താമസിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് സ്റ്റേഫ്റ്റി എന്നുള്ള പേര് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്വാലിക് ബ്രോ തന്നെയാണോ ഈ പേര് ചൂസ് ചെയ്യുന്നത്? അല്ല, എൻ്റെ ഒരു സുഹൃത്താണ് പേര്. ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മുൻപരിചയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിനു മുന്നേ? ബിസിനസ് ചെയ്തിട്ടില്ല. അതേപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിന് അവിടെ നിന്നാണ് പിന്നെ കൊറോണൻ്റെ ആ ടൈം കാര്യങ്ങളൊക്കെ വന്ന പ്രശ്നങ്ങൾക്കാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് മാറുന്നത്. എന്താ പഠിച്ചത് ആക്ച്വലി? ഞാൻ BA അറബിക്കാണ് കഴിഞ്ഞത്. അറബിക് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫൗണ്ടർ. ആക്ച്വലി എൻ്റെ ഫാദർ ഒരു അറബിക് ടീച്ചറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു താഴ്വഴിയിൽ തന്നെ വന്ന BA അറബിക്ക് കഴിഞ്ഞു. പിന്നാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ മാറി ചിന്തിക്കുന്നത്. അപ്പം ബിസിനസ് പരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഫാമിലിയിലാണെങ്കിലും? ബ്രദർ ബിസിനസ്സാണ്. പക്ഷേ ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് സ്റ്റീൽ വിൻഡോസ് എന്നുള്ളത്? പിന്നെ അതിലേക്ക് വരാൻ കാരണം ഇപ്പം നിലവിൽ മരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നല്ല മരം കിട്ടാനില്ല. മരത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. പക്ഷേ നല്ല മരം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ചെതലരിച്ചു പോകുന്നത്. പണ്ട് കാലത്തുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് മരങ്ങൾ കുറഞ്ഞു. പിന്നെ അതേപോലെ ഈ ട്രീറ്റ് ചെയ്ത മരങ്ങളാണ് ഇപ്പോൾ അധികവും വരുന്നത് കേരളത്തിലേക്കും, അല്ലെങ്കിൽ എവിടേക്കാണെങ്കിലും ട്രീറ്റ് ചെയ്ത്. കാരണം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 വർഷം 20 വർഷമാണ് അതിൻ്റെ ടൈം പീരീഡ് ഉണ്ടാവുക. നമ്മളുടെ ഉദാഹരണത്തിന് ഈ പഴയ കാലത്ത് വന്ന പോസ്റ്റുകൾ, അതൊക്കെ ആ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾക്ക് ജനൽ ചട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ടൈം പീരീഡ് കഴിഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം പോയൊരു 5 വർഷം ഒക്കെ കഴിയുമ്പോഴേക്ക് കുത്തിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ. ഇതിൽ ഒരു ബിസിനസ് ആസ്പെക്റ്റും കൂടി ഉണ്ടോ? അതായത് ഇപ്പം വുഡ് ബിസിനസ്സും സ്റ്റീൽ ബിസിനസ്സും സ്റ്റീൽ വിൻഡോസിൻ്റെ ബിസിനസ്സും കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ കൂടുതലുള്ളത് എന്നതുകൊണ്ടും കൂടിയാണോ ഇത്? മാർജിൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ട് ഈ സാധാരണ ജനങ്ങൾക്ക്, അതായത് നമ്മളൊരു സ്റ്റീൽ വിൻഡോസ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള അഫോർഡബിളായ റേറ്റാണ്. പിന്നെ രണ്ടാമത്തത് കസ്റ്റമൈസേഷനാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റേഫ്റ്റിയുടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ആദ്യം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേഫ്റ്റി എൻ്റെ ഒരു എയിമായിട്ടാണ് ഞാൻ ചെയ്ത് ഫുള്ളി കസ്റ്റമൈസേഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അഫോർഡബിൾ എന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നോർമലി ഒരു മരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡോറിനും
ഈ ഒരു സ്റ്റീലിൻ്റെ ഡോറാണെങ്കിൽ അത് തമ്മിലുള്ള ഒരു കോസ്റ്റിൻ്റെ കാര്യത്തിൽ എത്ര ഡിഫറൻസ് ഒരു ഉണ്ടാവും 30-40% നമുക്ക് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും സ്റ്റീലാണെങ്കിൽ? സ്റ്റീലാണെങ്കിൽ. കാരണം പണിക്കൂലി കാര്യങ്ങൾ എല്ലാം വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, പെയിൻറ്റിങ് തന്നെ മരമാകുമ്പം ഒരു 3-4 സ്റ്റെപ്പ് മരത്തിൽ പെയിൻറ്റിങ് വരും, പോളിഷിങ് കാര്യങ്ങളൊക്കെ വരും. സ്റ്റീലിലൊക്കെ നമ്മൾ ഡബിൾ പാക്ക് അപ്പോക്സി ഗ്രേ പ്രൈമർ ഇല്ലെങ്കിൽ വൈറ്റ് പ്രൈമർ ഫിനിഷിലാണ് കസ്റ്റമർക്ക് കൊടുക്കുക. അതും ജനൽ ചട്ടം, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ പാളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുക. അത് റെഡി ടു ഇൻസ്റ്റാൾ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അത് അടക്കം ഇതിലേക്ക് വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു 30-40% കോസ്റ്റ് കസ്റ്റമർക്ക് ലാഭമാണ്. അപ്പോൾ ശരിക്കും 2017 സ്റ്റാർട്ട് ചെയ്തത്? അതെ, 2017-18 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ആശയം വരുന്നത്. അപ്പോൾ ഒരു 7 വർഷത്തിനിടയ്ക്കുള്ള ഒരു പീരീഡിലാണ് നിങ്ങൾ ഇത്രയും ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും അതെങ്ങനെയാണ് പോസിബിൾ ആയത്? ഇപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു 7 ഇയേഴ്സ് കൊണ്ടൊക്കെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി? നമ്മളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചാലിക്കരയിൽ ഒരു സിംഗിൾ ഷട്ടറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു 1 ഇയർ കൊണ്ട് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 1500 സ്ക്വയർ ഫീറ്റിലേക്ക് ഡിസ്പ്ലേ ഏരിയ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു കൃത്യമായ ഇടപെടലുകൾ സേഫ്റ്റിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു പീരീഡ് കൊണ്ട് ഇത്രയും സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നതാണ്, അതൊരു റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ബിസിനസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും ഇപ്പം എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും 5 വർഷം കൊണ്ട് ഇത്രയും സ്റ്റേറ്റിലേക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണോ, അല്ല വേറെ എന്ത് ബിസിനസ് സ്ട്രാറ്റജീസാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു എക്സ്പാൻഷൻ? സോഷ്യൽ മീഡിയ മാത്രമല്ല, നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി മാർക്കറ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ലൈവായി നിൽക്കുക, മാർക്കറ്റിൽ ലൈവായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. അപ്പോൾ ഞാൻ ഡെയിലി എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയാലും സ്റ്റീൽ വിൻഡോസ്, ഞങ്ങൾ ആ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ പല ആളുകൾ കാണാം സ്റ്റീൽ വിൻഡോസിൻ്റെ കൂടെ തന്നെ പല ബിസിനസ്സും ഒപ്പരം ചെയ്തിട്ട് കൂടുതൽ ഇൻകം എത്തിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാനതിൽ എൻ്റെ സ്റ്റാഫുകളോടായാലും എല്ലാവരോടും പറയൽ, നമ്മൾ ഏതാണോ ചെയ്യുന്ന ഫീൽഡ്, ആ ഫീൽഡിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാവൂ എന്ന് പറയും. അതുകൊണ്ടാണ് സേഫ്റ്റി ഇന്ന് ഇപ്പം എന്ത് ചെയ്യുന്നത്, സ്റ്റീൽ വിൻഡോസിലും ഡോർസിലും മാത്രമായിട്ട് നിൽക്കാനുള്ള കാരണം. പക്ഷേ ഈ സ്റ്റീൽ എക്യുപ്മെൻറ്റ്സ് പൊതുവേ ഈ സ്റ്റീലിൻ്റെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഉള്ളൊരു കൺസേൺ ആയിരിക്കും, സ്റ്റീൽ കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മിന്നലടിക്കില്ലേ, അത് വലിയ അല്ലേ, അങ്ങനെ ഒരു പ്രശ്നം. അതുകൊണ്ടായിരിക്കും ഭൂരിഭാഗം ആളുകളും സ്റ്റീൽ പ്രിഫർ ചെയ്യാതെ തടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ തെങ്ങിന് വരെ മിന്നലടിക്കുന്നുണ്ട്, തടിക്കും മിന്നലടിക്കാം. പക്ഷേ എപ്പോൾ ആളുകൾ വേക്കുന്ന ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത് സ്റ്റീൽ എടുക്കാത്തത് മിന്നലടിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അതിനെന്താണ് നിങ്ങൾക്കൊരു ആൻസർ ചെയ്യാനുള്ളത്? ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റീലിന് പ്രത്യേകമായിട്ട് ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. വുഡ് എങ്ങനെയാണോ ഒബ്സർവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് സ്റ്റീലിലും മിന്നലായാലും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. അത് മിന്നലടിക്കില്ല എന്നല്ല, വുഡിൽ നമ്മൾ മിന്നൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഹൈറ്റിലുള്ള ഏരിയയിലുള്ളതിലേക്ക് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെങ്ങിനൊക്കെ ഏറ്റവും ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് തെങ്ങിനൊക്കെ. അത് നമ്മൾ പരമ്പരാഗതമായിട്ട് വരുന്ന ആ ഒരു സ്റ്റീൽ വിൻഡോസിനെ പറ്റി പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ തടിയിലടിക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ ആയിരിക്കുമോ സ്റ്റീലിലേക്കും വരുന്നത്? അത്ര തന്നെയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തുരുമ്പ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ സ്കൂളിൻ്റെ ഒക്കെ വിൻഡോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട്. അപ്പോൾ അത് ഈ സ്റ്റീലിൻ്റെ ക്വാളിറ്റിയും ഒരു മാറ്റർ ആയിരിക്കില്ലേ? എല്ലാ ടൈപ്പ് സ്റ്റീലും അങ്ങനെ തുരുമ്പ് പിടിക്കുമോ? സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കൊരു വിചാരമുണ്ട്, ഇത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീലാണ് എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റ GI 120 GSM ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് GI എന്താണെന്നുള്ളതാണ് ആളുകൾക്ക് പ്രത്യേകമായിട്ട് അറിയാത്തത്. ഗാൽവനൈസ്ഡ് അയൺ കോട്ടിങ് ചെയ്യുന്നതാണ് അതിൽ. അപ്പോൾ ആ ഷീറ്റാണ് നമ്മൾ 8-4 ഷീറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷീറ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫൈൽ രൂപത്തിലേക്ക് നമ്മളെ ഫാക്ടറിയിൽ നിന്നാണ് പിന്നെ അതിനെ മാറ്റിയെടുക്കുന്നത്. 120 GSM അതേപോലെ 90 GSM മുതൽ എന്തുണ്ട് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളതിൽ ഇപ്പം നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലുള്ള 120 GSM ആണ് നമ്മൾ കസ്റ്റമർക്ക് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 30 വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്നത്. മറ്റുള്ള കമ്പനികൾ ചെയ്യാത്തത് എനിക്ക് തോന്നുന്നത് ഈ ഇഞ്ചസ് അതേപോലെ അതിൻ്റെ ഹുക്ക് കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 30 വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്.
കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി പോകുന്നത് കൊണ്ട് സർവീസിനായിട്ട് നമുക്കൊരു 3-4 പേര് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് അവർക്ക് പോകാറുണ്ട്. ഈ ടാറ്റ സ്റ്റീൽ അല്ലാതെ ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, JSW പോലുള്ള അതെ, കമ്പനീസ്. ഒരുപാട് കമ്പനീസ് നിലവിലുണ്ട്. എന്തുകൊണ്ടാണ് ടാറ്റ മാത്രം പ്രിഫർ ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ട്രസ്റ്റ് എന്ന് പറയുന്നത് ടാറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാറ്റ ഒരു തുരുമ്പെടുക്കാൻ വിശ്വാസമാണ്. അതെ, ടാറ്റ ഒരു വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റുള്ള കമ്പനികളെക്കാട്ടും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കും ഈ പറഞ്ഞ പോലെ TC സർട്ടിഫിക്കറ്റൊക്കെ ചെയ്ത് കൊടുത്ത് കസ്റ്റമർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ TC കൊടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് TC സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ സേഫ്റ്റി വാറണ്ടി കാർഡായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. TC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ടാറ്റയുടെ ഷീറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ അത് ശരിക്കും ഒരു ലേസർ അടിച്ചിട്ടല്ലേ നമ്മൾ അതെ. ടാറ്റയുടെ ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ പഞ്ചിങ്ങോ അല്ലെങ്കിൽ എഴുത്തോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. നമുക്കൊരു ലേസർ ടോർച്ച് അടിച്ചു നോക്കിയാലാണ് അതിൽ കാണാൻ ടാറ്റയുടെ പറ്റുള്ളൂ. പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായി. ടാറ്റയുടെ അപ്പൊ product. ഈ റോ മെറ്റീരിയൽ കംപ്ലീറ്റ് നിങ്ങൾ ടാറ്റയിൽ നിന്ന് മാത്രമാണ് മനസ്സിലായത്? അതെ, ഷീറ്റാണ് ടാറ്റയുടെ എടുക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞ പോലെ നേരത്തെ ഇഞ്ചസ് ആയാലും കാര്യങ്ങളൊക്കെ SS ആണ് ഉപയോഗിക്കുന്നത്. അത് മാർക്കറ്റിലുള്ളതിൽ മാക്സിമം ക്വാളിറ്റിയുള്ള SS. അപ്പോൾ ഈ ഒരു നോർമൽ ഷീറ്റ് നമ്മൾ പിന്നെ ഈ ഒരു ഡോറായിട്ടും വിൻഡോസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നീട് അത് വെൽഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു റെസ്റ്റിങ്ങിന് പോസിബിലിറ്റീസ് ഇല്ലേ? അതിന് റെസ്റ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജോയിൻസുകളിലാണ് ഇതിന് റെസ്റ്റ് വരാനുള്ള ചാൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, GI കോട്ടിങ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് കൂടുതൽ വരുമ്പോൾ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ബോഡി ഫില്ലറും അതേപോലെ ഡബിൾ പാക്ക് അപ്പോക്സി പ്രൈമറും അടിച്ചിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത്. അതേപോലെ നമുക്ക് ഈ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പടവ് ചെയ്യുമ്പോൾ തന്നെ കല്ല് കെട്ടുമ്പോൾ തന്നെ വെച്ച് പോയാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ആളുകൾ ചോദിക്കലുണ്ട്. ഞങ്ങൾ പറയൽ 30 വർഷം സേഫ്റ്റി അവർക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം പടവ് ചെയ്ത സമയത്തും ചെയ്യുന്ന സമയത്ത് വെച്ച് പോയാലും അതേപോലെ നനച്ചാലോ കാര്യങ്ങളോ യാതൊരുവിധ സാധാരണ വീട് പണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ നനയ്ക്കുമല്ലോ വീട് നോർമലി. പല ഘട്ടങ്ങളിലും നനയ്ക്കേണ്ട ഒരു പ്രശ്നം. അപ്പോൾ ഈ സ്റ്റീൽ നനഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പിക്കുന്നുള്ള പൊതുവേ ഒരു ധാരണ മൊത്തത്തിലുണ്ട് ജനങ്ങൾക്കിടയിൽ. അതെ. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 30 വർഷം സർവീസ് കോട്ടിങ് നമ്മൾ ഈ വെൽഡ് ചെയ്ത സ്ഥലത്ത് ഈ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് തുരുമ്പിക്കില്ല. പിന്നീട് നമുക്കത് ഓക്സിജനായിട്ട് കോണ്ടാക്ട് വന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, ഓക്സിഡൈസേഷൻ നടന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, തുരുമ്പ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ എന്തെങ്കിലും കറയോ കാര്യങ്ങളോ എന്തോ കണ്ടാൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഏതൊരു മെറ്റീരിയലാണെങ്കിൽ 30 വർഷം വാറണ്ടി ഉണ്ടെന്ന് കരുതി ആ 30 വർഷം വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതല്ല നമ്മളെ ഒരു ഇത്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ വന്നാൽ അതുകൊണ്ടാണ് നമ്മൾ 30 വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജൻ കോണ്ടാക്ട് ഇല്ലാതാക്കാൻ വേണ്ടി രണ്ടാമത് റീവർക്ക് ചെയ്ത് അവർക്ക് എന്ത് ചെയ്തു ചെയ്യും. പക്ഷേ ഈ പൊതുവേ ആൾക്കാർക്കിടയിൽ ഈ മിന്നൽ തുരുമ്പതിനൊക്കെ മാറ്റി നിർത്തിയാലും പിന്നെ സ്റ്റീൽ വിൻഡോസ് അല്ലെങ്കിൽ സ്റ്റീൽ ഡോർസ് ഉപയോഗിക്കാൻ തന്നെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളിത് അടയ്ക്കുന്ന സമയത്തൊക്കെ മൊത്തം ഒരു സൗണ്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്റ്റീലിൻ്റെ ഉള്ളിൽ പൊള്ളയാന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പൊതുവെ ഒരു അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്താണ് നിങ്ങൾ ശരിക്കും സേഫ്റ്റി എന്താ? സൗണ്ട് പ്രൂഫ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സ്റ്റീൽ വിൻഡോസ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത്, അതായത് ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 4 സൈഡ് ഹോളോ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമുക്ക് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാം. കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് നല്ലത് നിൽക്കും. അതേപോലെ നമുക്കതിൽ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോം സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷേ ഫോം സ്പ്രേ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവില്ല എന്നുള്ളൊരു ഇഷ്യൂ കൂടി അതിൽ വരാനുണ്ട്. അപ്പോൾ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ആ ഒരു ഷീറ്റിന് മുട്ടുന്ന തകരത്തിന് മുട്ടുന്ന ആ ഒരു സൗണ്ട് ഒന്നും വരില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ സേഫ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ കംപ്ലീറ്റ് ടാറ്റ സ്റ്റീൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെയും പല സ്റ്റീൽ കമ്പനീസും അവൈലബിൾ ആണ്. ടാറ്റ സ്റ്റീൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണോ നിങ്ങളെ ബാക്കിയുള്ളവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുള്ളി കസ്റ്റമൈസേഷനാണ്. അതായത് സേഫ്റ്റി കൊടുക്കുന്ന പ്രൊഡക്റ്റിന് 30 വർഷം വാറണ്ടി കൊടുക്കുന്നത് ടാറ്റയോ ഇല്ലെങ്കിൽ വേറെ സേഫ്റ്റിയാണ് 30 വർഷം വാറണ്ടി കൊടുക്കുന്നത്. അത് സേഫ്റ്റി വാറണ്ടി കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ടാറ്റ നമ്മൾക്ക് 30 വർഷം വാറണ്ടിയാണ് ഷീറ്റിന് തരുന്നത്. പിന്നെ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതിനാണ് സേഫ്റ്റി വാറണ്ടി ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് സേഫ്റ്റി 30 വർഷം എന്ത് ചെയ്യുന്നത്, വാറണ്ടി കൊടുക്കുന്നത്. എന്ത് തരത്തിലുള്ള വാറണ്ടിയാണ് ആക്ച്വലി? സർവീസ് വാറണ്ടിയാണ്. 30 വർഷത്തേക്ക് എന്ത് സംഭവിച്ചാലും നമ്മളത് വാറണ്ടി. അതേപോലെ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് ബ്രോഡ് ഐഡിയയിലുള്ള ഏതൊരു വിൻഡോ ആണെങ്കിലും നമുക്കത് ഫുള്ളി കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും 100%. കസ്റ്റമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിലാണ്? ലൈക്ക് നിങ്ങൾ ഡിസൈൻസിലാണോ? എങ്ങനെയാണ് കസ്റ്റമൈസേഷൻ? സേഫ്റ്റി കസ്റ്റമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് വിൻഡോ,
അതേപോലെ സാൻഡ്വിച്ച് വിൻഡോ, ഫുൾ ഓപ്പൺ വിൻഡോ, ഇങ്ങനത്തെ ഒരുപാട് പിന്നെ വിൻഡോസ് സേഫ്റ്റിയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകത്തിൽ. രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. പക്ഷേ ചൈനയിലും ജപ്പാനിലൊക്കെ ഒരു വിധം ആളുകളൊക്കെ ഇപ്പം സ്റ്റീൽ ഹോംസിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. അതായത് അവരുടെ പ്രൊഡക്ഷനിൽ കംപ്ലീറ്റ് അവർ സ്റ്റീൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ റെയറായിട്ട് ആളുകൾ കംപ്ലീറ്റ് സ്റ്റീൽ വെച്ചിട്ടുള്ള വീടാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് വയനാടൊക്കെ ഒരു വീട് കണ്ടു. അവർ കംപ്ലീറ്റ്ലി സ്റ്റീൽ വെച്ചിട്ടാണ് അവരുടെ സെറ്റപ്പ് ഒക്കെ അല്ല ചെയ്തത്. ശരിക്കും കംപ്ലീറ്റ്ലി സ്റ്റീൽ അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഓട് വെച്ചിട്ടുള്ള വീടുണ്ടല്ലോ, ഇപ്പോൾ ശരിക്കും ഫസ്റ്റ് നില കോൺക്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ നില ആരും കോൺക്രീറ്റ് ചെയ്യുന്നില്ല. മറ്റേ നമ്മൾ ആ സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓട് വയ്ക്കുന്ന ഒരു അതിപ്പോൾ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി മെല്ലെ കംപ്ലീറ്റ്ലി സ്റ്റീൽ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വുഡിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കാൻ പരമ്പരാഗത രീതിയിൽ നിന്ന് പ്രായമുള്ള ആളുകൾ മാറി വരിക, ചിന്തിക്കുക എന്നറിയുന്നത് റെയറാണ്. കാരണം അവർക്ക് ഇതിൻ്റെ അവയർനെസ്, അവർക്ക് ആ ഒരു ശൈലി പഠിച്ചു വെച്ചത് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇടിമിന്നലേൽക്കും. ഈ പറഞ്ഞ പോലെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ തറവാട് വീടിന് എന്ത് ചെയ്തിട്ടുണ്ട്, ടെറസ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന് വരെ എന്ത് ചെയ്യണം, എർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സാലിബ്രോ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് എനിക്ക് കിട്ടിയതാണ്. നമ്മൾ എന്ത് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും നോക്കും. പക്ഷേ ഇപ്പോൾ സ്റ്റീലും നമ്മൾ തടിയും വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ സ്റ്റീലിൻ്റെ പാട്ടിനല്ലോ. അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഒരു 40% ലാഭമാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെസ്റ്റിംഗ് വരുന്ന ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ പെയിന്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 സ്റ്റേജോളം വുഡിൽ പെയിന്റിങ്ങിന് വേണം. പക്ഷേ നമ്മൾ സ്റ്റീൽ വിൻഡോസ് കൊടുക്കുന്ന സമയത്ത് ഡബിൾ പാക്ക് പ്രൈമർ അടിച്ചിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇപ്പം തേക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം, തേക്ക് കളറിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ തേക്കിൻ്റെ പ്രൈമർ അടിക്കുക, അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതൊരു ഇതായിട്ട് തോന്നുള്ളൂ. അതെ, അത് തൊട്ട് നോക്കിയാൽ പോലും അതിൻ്റെ ആ ഒരു ഫീല് വുഡിൻ്റെ അതേ ഫീലിലേക്ക്. മാത്രമല്ല ലാസ്റ്റിങ്ങും എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലല്ലേ തടീനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതെ, ലാസ്റ്റിംഗ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ 30 വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്നത്. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് തിരിയുന്നില്ല? ആക്ച്വലി 10% ഒക്കെ 10% ആളുകൾ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു 1 year ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ പോലെ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫീൽഡിലേക്ക് മാറി വരുന്നുണ്ട്. അതായത് ബിസിനസ് ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക്. ചില ആളുകളൊക്കെ പണ്ട് ജീനേട്ടാ ഈ വലിയ തടികളൊക്കെ യൂസ് ചെയ്തിട്ട് വാർഷിക വളയം, അതുപോലെ തടീൻ്റെ കാതൽ, അങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് പല ആൾക്കാരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ തടിയൊക്കെ എടുക്കുന്ന സമയത്ത്. പക്ഷേ സ്റ്റീലിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ലല്ലോ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത്. സ്റ്റീൽ വിൻഡോസിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഇതിൽ കേരളത്തിലേക്ക് ഒരുപാട് ഈ ടാറ്റയുടെ ഷീറ്റാണെന്നും പറഞ്ഞിട്ട് അല്ലാത്ത അതർ ബ്രാൻഡുകൾ ഒരുപാട് വരുന്നുണ്ട്, ലോക്കൽ ബ്രാൻഡുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് മാനുഫാക്ചറിങ്ങിലേക്ക് കൊണ്ടുവന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടാറ്റയാണോ മറ്റേ അതർ ബ്രാൻഡാണോ എന്നുള്ളത് ഒരിക്കലും കസ്റ്റമർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കസ്റ്റമർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷീറ്റായി നിൽക്കുന്ന സമയത്ത് 8x4 ഷീറ്റിൽ ഒരു ലേസർ ടോർച്ച് അടിച്ച് നോക്കിയാൽ ടാറ്റ GI 16 ഗേജ് 120 GSM എന്നുള്ള ആ ഒരു ലൈന് കാണാൻ പറ്റും. ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ ഒരു ഷീറ്റിൽ. അപ്പോൾ അത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ SS സ്റ്റീലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ഈ SS സ്റ്റീൽ നമ്മൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ആക്ച്വലി? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സാധനമാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നോർമൽ ഷീറ്റാണ്, അതിൽ GI കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ശരിക്കുണ്ടല്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ പരമാവധി ഇതിലൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ സർവീസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം അധികം ആളുകളും ബിൽഡ് ചെയ്യുന്നത് മരം കൊണ്ട് ഫർണിച്ചർ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ആ ഒരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റിൽ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടും. പക്ഷേ ഇതും വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടൈം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മാസം 1.5 മാസത്തോളം ആശാരിമാർ വീട്ടിൽ നിന്ന് പണിയെടുക്കുക, അവരെ അഫോർഡ് ചെയ്യുക, അവരെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞ സമയം മതി. 25 ഡേയ്സിൻ്റെ ഉള്ളിൽ കസ്റ്റമർ 50% ആണ് നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് പറയാറുള്ളത്. അഡ്വാൻസ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു 20-25 ഡേയ്സിൻ്റെ ഉള്ളിൽ കസ്റ്റമർക്ക് നമുക്ക് വീട്ടിൽ ഡെലിവറി റെഡി ടു ഇൻസ്റ്റാൾ എന്നുള്ള നിലക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കൊളുത്തടക്കം എല്ലാം മൊത്തത്തിലാണ് കംപ്ലീറ്റ് ആയത്. പിന്നെ അവർക്ക് കസ്റ്റമർക്ക്
ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാളേഷനും അതേപോലെ ഫൈനലി ഉള്ള പെയിൻറ്റിങ്ങും മാത്രമാണ്, ഗ്ലാസും മാത്രമാണ് കസ്റ്റമർക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ ഈ തടീൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം റീപ്ലേസ് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പോൾ ഒരു വീട് ശരിക്കും ഒരു വീട് എനിക്ക് തോന്നുന്നു ഒരു 30-40-50 വർഷമൊക്കെയാണ് മാക്സിമം ലാസ്റ്റ് ചെയ്യുക. അതെ നമ്മൾ എത്ര പറഞ്ഞാലും അത് പിന്നെ നമ്മൾ റെനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ 30 രീതിയിലാക്കുക. വർഷമാണ് ശരിക്ക് കോൺക്രീറ്റിന്റെ വാറണ്ടി എന്ന് പറയുന്നത്. അതെ, അപ്പം ഈ ഒരു സമയത്ത് നമുക്കത് കംപ്ലീറ്റ് പിന്നെ അത് സ്ക്രാപ്പായിട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കത് പിന്നെ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ അല്ലേ റീഇൻവെസ്റ്റ് ചെയ്യാലോ. റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിനക്ക് പറയാം. കാരണം ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ കിലോ കണക്കിന് ഉള്ളത് ആയിരിക്കില്ല നമ്മളൊരു 30 വർഷം കഴിയുമ്പോഴുള്ള റേറ്റിന് കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ അതിന് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും ഇത് എങ്ങനെ രീതിയിൽ അത് കേടായി പോവാത്ത സമയത്ത് കേടായി പോവാത്തടത്തോളം നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ. നമ്മൾ പിന്നെ വയനാട്ടിലൊരു വീട് കണ്ടില്ലേ, സുൽത്താൻ ബത്തേരി. കംപ്ലീറ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് വീടായിട്ടാണ് തോന്നുന്നത്. മനസ്സിലാവുന്നില്ല. നമ്മൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് വയനാട്ടിലൊരു വീട് ഒരു 15 ദിവസം കൊണ്ട് സ്റ്റീൽ സ്ട്രക്ചറിൽ വീട് ഒലിച്ചു പോയ കുത്തുമലയിലൊക്കെ ആ സംഭവത്തിലൊക്കെ ഒരു 15 ദിവസം കൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ടാണ്, കംപ്ലീറ്റ് സ്റ്റീൽ 15 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ടാണ് അവർ വീട് വെച്ച് കൊടുത്തത്. ഇപ്പം ഇത്രയും വലിയ സാധ്യതകൾ ഇതിലുണ്ട്, പിന്നെ ഇത്രയും ലാഭകരമാണ്, ഇത്രയും ലാസ്റ്റിംഗ് ആണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും വലിയൊരു ഓഫർ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും നമ്മൾ കേരളത്തിൽ അധികം ആളുകൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ലല്ലോ. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു വലിയ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു മിഷൻ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കൊളാബ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അതായത് സ്റ്റീൽ സ്ട്രക്ചറിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലൈഫ് മിഷൻ്റെ വർക്ക് മൊത്തം ചെയ്തത് സ്റ്റീൽ സ്ട്രക്ചറിലാണ്. അതിൻ്റെ ബേസ് മുതൽ എല്ലാം ചെയ്തത് സ്റ്റീൽ സ്ട്രക്ചറിലാണ്. അതിൻ്റെ വാളൊക്കെ വന്നിട്ടുള്ളത് വി ബോർഡിലാണ്. കാരണം ഞങ്ങൾക്ക് അവരുമായിട്ട് ചെറുതായിട്ടൊരു കൊളാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ യൂസ് ചെയ്തത് വിൻഡോസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വേറെ മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ ഗ്രില്ലും അതേപോലെ അവിടുത്തെ ഡോർ ഫ്രെയിമുകളും നമ്മളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഹാൻഡ് റെയിൽ കാര്യങ്ങൾ അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് അവരുമായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞു, വീട് കംപ്ലീറ്റ് സ്റ്റീലാവുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ വലിയ ബിൽഡിങ്സ് ഒക്കെ സ്റ്റീലിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഈ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ തന്നെ ഇപ്പം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ബിൽഡിങ് പൊളിക്കേണ്ടി വന്നു. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അധികം ശ്രദ്ധിച്ച സമയത്ത് രണ്ടാമത് അവർ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീലിൻ്റെ അതായത് ബീമുകളൊക്കെ കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ രണ്ടാമത് റീവർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ കാരണം ഒന്നാമത്തത് ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ സാധനങ്ങൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. നമ്മളിവിടെ കാലിക്കറ്റുള്ള മീഡിയ വണ്ടി ഒക്കെ ഒരു ഇതില്ല, അത് അവർ പൊളിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലാണല്ലോ. അതൊക്കെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അതേപോലെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് അതേപോലെയാണ് ബിൽഡ്. ജപ്പാനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് എപ്പോഴോ അവർ ആ ഒരു പ്രളയം വന്ന സമയത്ത് തൊട്ട് അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവരത് നേരെ അപ്പുറം കൊണ്ടുപോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സേഫ്റ്റി ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡോസിലും വിൻഡോസിലാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തൊക്കെ സേഫ്റ്റിയുടെ ആ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ A to Z വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു ഡ്രീമിലാണ് സേഫ്റ്റിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത്. സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് എന്നാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. പക്ഷേ എന്നോട് ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് മോർ എന്നുള്ളത് ഉപയോഗിക്കാൻ കാരണം എന്നുള്ളത്. നമുക്ക് വിൻഡോസിലോ അല്ലെങ്കിൽ ഡോർസിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കീ കൊടുക്കുന്ന രീതിയിലുള്ള വീടിൻ്റെ കീ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനുള്ള എയിമാണ് ശരിക്കും സേഫ്റ്റിക്കുള്ളത്. ഈ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഇനി അടുത്തൊരു 5-10 years കൊണ്ട് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്? നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും സ്റ്റീൽ വിൻഡോസ് ആയാലും ഡോർസ് ആയാലും ഒക്കെ. ഇപ്പോൾ ഡോർസ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് സ്റ്റീൽ ഡോർസ് നമ്മൾ പുറത്തുനിന്ന് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത്. അതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കസ്റ്റമൈസേഷൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് അതെ ഒരു ഫിക്സ്ഡ് ഹൈറ്റും വിടുത്തും അതിനുണ്ടാവും. പക്ഷേ നമുക്ക് കേരളത്തിൽ ഇന്ന് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കസ്റ്റമർക്ക്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതായത് പിന്നെ ഡിസൈൻ ആയാലും അതിൻ്റെ പെയിൻറ്റിങ് ആയാലും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ വിൻഡോസ് ആൻഡ് ഡോസ് എന്ന് നമുക്ക് വേറെയും എന്താ ഡോസ് ആൻഡ് മോർ എന്നല്ല പറഞ്ഞത്, സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ആൻഡ് മോർ സ്റ്റീൽ വിൻഡോസ് ആൻഡ് മോർ. ഓക്കെ.
അപ്പോൾ അവിടെ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മൊത്തം നമുക്ക് എക്സ്പാൻഷൻ പോസിബിളായി എന്നുള്ളൊരു റീസൺ പറഞ്ഞു, എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്ലാൻസ് അടുത്തൊരു 5-10 ഇയേഴ്സ് കൊണ്ട് ഏത് രീതിയിലൊക്കെ ഉള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻസ് ആണുള്ളത്? നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള പ്ലാനിങ് തന്നെയാണുള്ളത്. അത് എത്ര ഡിഫിക്കൽട്ടാണ് ഓൾ ഇന്ത്യ ലെവലിൽ? അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന മുന്നോട്ട്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫിൻ്റെ ഹയറിംഗ് ആണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഇപ്പോഴുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമുക്ക് മാനുഫാക്ചർ ചെയ്തിട്ട് 25 ഡേയ്സ്, നമുക്കൊരു 20 ഡേയ്സ് മതി. പക്ഷേ കസ്റ്റമറോട് ഒരിക്കലും നമ്മൾ 20 ഡേയ്സ് പറയില്ല, ഒരു 25 ഡേയ്സ് കൊണ്ട് നമ്മൾ പറയുക. അപ്പോൾ ഈ 25 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഡെലിവറി കൊടുക്കാൻ സാധ്യമാണ്. അത് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ശിവകാശിയിലൊരു വലിയ വർക്ക് എടുത്തിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ജോയിനറീസ് മാത്രം ഒരു ഏകദേശം ഒരു 17 ലക്ഷം റുപ്യയുടെ ജോയിനറീസ് മാത്രം ഉണ്ട് അവിടെ, വിൻഡോസും ഡോസും. അത് 100% കസ്റ്റമൈസേഷനാണ്. ഇപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് 2018 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ റൺ ചെയ്ത സമയത്ത് ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എന്തായിരുന്നു? കാരണം ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അധികം നോക്കി കാണാൻ കേരളത്തിൽ ആരും ഇല്ല. നമ്മൾ പഠിക്കാനൊക്കെ ആണെങ്കിലും സ്റ്റീൽ വിൻഡോസും ഡോർസൊക്കെ അന്ന് വന്ന് തുടങ്ങുന്ന സമയമാണല്ലോ. അതെ അതെ. അപ്പോൾ എന്ത് തരത്തിലുള്ള ചലഞ്ചസ് ആണ് ആക്ച്വലി നേരിട്ടിട്ടുണ്ടെന്ന്? ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തത് ആദ്യത്തെ ഒരു 3 മാസം ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിൽ മൊത്തം ട്രാവൽ ചെയ്തു, കമ്പനീസ് പോയി നോക്കി, ഡയറക്റ്റ് ഫാക്ടറികൾ വിസിറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോക്കലി ആളുകൾ ഈ കോമ്പറ്റീഷൻ കൂടിയ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കോമ്പറ്റീഷൻ കൂടുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ സാധാരണ വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോലും വിൻഡോസ് അടിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രൊഫഷണലായിട്ട് ചെയ്തില്ലെങ്കിൽ ഏത് ഷീറ്റിൽ വെച്ചടിച്ചാലും 5 വർഷത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും 5 വർഷം ശേഷമാണ് എന്തെങ്കിലും സംഭവിക്കാൻ, തുരുമ്പ് കാര്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റിൽ ഈ ലോക്കലി അടിച്ചു കൊടുക്കുന്ന ആളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അവർക്ക് അവരുടെ കൂലി മാത്രം എടുത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം സർവീസ് വാറൻറ്റിയോ കാര്യങ്ങളോ കിട്ടില്ല. ഒരാളുടെ ഒരു ജീവിതാഭിലാഷം, കേരളത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വീട് വെക്കുക എന്നുള്ളതൊരു ജീവിതാഭിലാഷം പോലെ. ഗൾഫിലേക്ക് ഒരു 5-10 വർഷമൊക്കെ പ്രവാസിയായി ജീവിച്ച് അവരാകെ എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു വീട് വെച്ചു എന്നൊക്കെ പറയുന്നത്. ഈ ഒരു മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് അവരോട്, കസ്റ്റമേഴ്സിനോട് നമുക്ക് വേണം. ഈ റസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂ പോലെ തന്നെയാണ് ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ ഒരു ഇഷ്യൂ ആളുകൾ പറയുന്നത്. അതായത് ഇപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞാൽ വുഡാണെന്നുണ്ടെങ്കിൽ അത് കത്തുകയാണ് ചെയ്യുക. ഇത് ഈ ചൂട് കടത്തി വിട്ടിട്ട് ഇത് പഴുത്ത് വേറെ വല്ലാത്തൊരു സീനിലേക്ക് പോകും എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് നിങ്ങൾ അത് നമ്മൾക്കിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ 16 ഗേജ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് 1.5 mm ആണ് 16 ഗേജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ 1.5 mm ഷീറ്റ് മെൽട്ടാവുകയാണ് ചെയ്യുക, ഒരിക്കലും സ്റ്റീൽ കത്തല്ല ചെയ്യുന്നത്. അപ്പോൾ മെൽട്ടാകുന്ന സമയത്ത് 1500 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് മെൽട്ടായി തുടങ്ങുള്ളൂ. 1500 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുക, ഈ 1.5 mm ഷീറ്റ് മെൽട്ടായി തുടങ്ങാനുള്ള നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ 30-40 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ സ്റ്റീൽ മെൽട്ടായി തുടങ്ങുള്ളൂ. അതേ സ്ഥാനത്ത് വുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു 200-300 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, അത് കത്തി തുടങ്ങും. രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് മെൽട്ടാവുകയാണ് ചെയ്യുക, മറ്റേത് കത്തി തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ 200-300 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, വുഡ് കത്തി തുടങ്ങും. നമ്മൾ ആ വയനാട്ടിലെ വീടിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുന്ന സമയത്ത് അവർ അതിൽ ഇൻസുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ചൂട് കടത്തി വിടാണ്ടിരിക്കാൻ. അതൊരു നല്ല മാർഗ്ഗമല്ലേ? അതെ അതെ അതെ. 2 ഷീറ്റിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ അധികാളും വെക്കാറുള്ള സിമെൻറ്റ് ഫൈബർ ബോർഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അധികാളും ചെയ്യാറുള്ളത്. അതിൽ ക്രാക്ക് വരുന്ന ഇഷ്യൂസാണ് ഒരുവിധം വരുന്നത്. പക്ഷേ അതിന് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു തരണേ. കാരണം നമ്മൾ താഴെ ഇതേപോലെ തന്നെ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് ക്രാക്ക് അപ്പോൾ ബ്രോ ഇപ്പോൾ 7-8 വർഷമായുള്ള ബിസിനസ്സിൽ ഒരു അറബിക് അധ്യാപകൻ്റെ മകനായി അറബി പഠിച്ച് വന്ന ആളാണ്, ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ 7 വർഷമായിട്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ് കെട്ടിപ്പടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പം നോട്ടബിൾ ആയിട്ടുള്ള ഒരു 3 കീ അച്ചീവ്മെൻറ്റ്സ് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും പറയുക? അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനൊരു ചെറിയൊരു സംരംഭം എന്നുള്ള നിലക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഷട്ടറിൽ നമ്മൾ തുടങ്ങി. ഞങ്ങൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്.
അവിടുന്ന് നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ഏരിയയിൽ നമ്മൾ കോഴിക്കോടും എറണാകുളത്താണ് ഓഫീസുകളുള്ളത്. എറണാകുളത്ത് കളമശ്ശേരിയാണ്. അവിടെ നമുക്കിപ്പോൾ നിലവിൽ 2 സ്ഥലത്തും കൂടിയും റീറ്റെയിൽ യൂണിറ്റിൽ ഒരു 15ഓളം സ്റ്റാഫും അതേപോലെ മാനുഫാക്ചറിങ് യൂണിറ്റിലൊരു 150ഓളം സ്റ്റാഫുകളും ഉണ്ട്. അപ്പം പിന്നെ ഇതിൽ റീറ്റെയിലിങ്ങിൽ നമ്മൾ അധികമായിട്ടുള്ളത് യുവാക്കൾ തന്നെയാണ് നമ്മൾ ഓഫീസുകളിൽ എല്ലാവരും ഉള്ളത്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മളിപ്പം പുതുതായിട്ടൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സേഫ്റ്റി ആണ് സ്റ്റീൽ വിൻഡോസ് ഇല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇങ്ങനെ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കരുതുന്നത്. ഈ ഒരു ആപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനൊരു അപ്പുറം നമ്മൾക്കൊരു എയിം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് എത്രത്തോളം ജോലി സാധ്യതകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിൽ ITI കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പം നോർമലി ജോബില്ലാത്തൊരു ഇഷ്യൂസ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സേഫ്റ്റിയിൽ വരുന്നത്. അതെ. അപ്പോൾ ശ്രീരാഗ് ബ്രോ നമ്മൾ ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെക്കൻഡറി ഓപ്ഷനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് അതിൽ കയറുക. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും വഴിക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഇറ്റാച്ചി ഓപ്പറേറ്റർ അറിയാതെ ഒരു ഫൗണ്ടേഷൻ നടക്കില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഫൗണ്ടേഷൻ നടക്കണമെങ്കിൽ ഇറ്റാച്ചി ഓപ്പറേറ്റർ അതായത് ഇറ്റാച്ചി ഓണേഴ്സ് അറിയാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അവർക്ക് പോലും ഒരു എന്താ പറയുക എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്പ് ത്രൂ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ക്ലയൻറ്റ് പോലും അറിയേണ്ട ആവശ്യമില്ല. അവരെ വിളിച്ച ഫോൺ നമ്പർ ഉണ്ടാവും. അത് നമ്മൾ അവരെ പ്രൊഫൈൽ വഴി നമ്മളിലേക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്ത് നമ്പർ പറ്റിയാൽ നമ്മൾ ബാക്കെൻഡ് വഴി വിളിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു ഫോളോ അപ്പിംഗ് സിസ്റ്റം ഓപ്പറേറ്റർക്ക് ഇല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റും. എത്രത്തോളമായി അവരെ കോൺടാക്ട് ചെയ്തോ ഇല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞു, കസ്റ്റമർ എന്ത് പറഞ്ഞു, നമ്മളതിൽ ലീഡ് ഇട്ടിട്ടുണ്ടോ, കൊട്ടേഷൻ കൊടുത്തോ, നമ്മൾ എത്ര രൂപയുടെ കൊട്ടേഷനാണ് കൊടുത്തതെങ്കിൽ അത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ആ ഡീല് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ആൾക്ക് കമ്മീഷനായിട്ടാണ് നിങ്ങൾ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആ ഒരു കൊട്ടേഷൻ്റെ പെർസെൻറ്റേജ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു ലീഡ് തന്ന ആൾക്ക് പോലും ഇതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് പോലും വേണമെങ്കിൽ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പറോട് സംസാരിച്ച സമയത്ത് ഞാൻ അവരോട് എൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് പറഞ്ഞത് സാധാരണ ഒരു കൂലിപ്പണിക്കാരന് പോലും പ്രായമുള്ള ആളുകൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കണം. നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പായിട്ട് ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലായിരുന്നു നമ്മൾ ആപ്പ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതും. നമുക്കിപ്പോൾ iOS-ലും അതേപോലെ ആൻഡ്രോയിഡിലാണ് ആപ്പ് 2 സോഫ്റ്റ്വെയറിൽ നമുക്ക് ആപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് സാധാരണക്കാരന് പോലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ്. പിന്നെ ഈ ഒരു ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവർ സർവീസ് വാറണ്ടി ആയാലും അവരോട് ആരും ചോദിച്ചു പോകുന്നില്ല. മൊത്തം നമ്മളെ കമ്പനിയാണ് സേഫ്റ്റിയാണ് എല്ലാത്തിനും വാറണ്ടി കൊടുക്കുന്നത്. നിങ്ങൾ 2018 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ആ സമയത്താണെങ്കിൽ വലിയ രീതിയിൽ ഈ ബിസിനസ്സിലേക്ക് അധികം ആളുകളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം വലിയ കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പം എങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്നൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? സേഫ്റ്റി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ശരിക്കും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ ആണ് വരുന്നത്. അതായത് ബ്രോയുടെ മനസ്സിലുള്ള ആ ഒരു ആശയം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സേഫ്റ്റി ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം വുഡിൽ ആശാരിമാരെന്ത് ചെയ്യും, നോർമലി ഉള്ള പടവ് ചെയ്യുന്ന ആളുകൾ തേപ്പിൻ്റെ ആളുകളൊക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഞങ്ങൾക്കറിയില്ല ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പ് ഞങ്ങൾ ആ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസിങ് ഫ്രീ ആണ്. സേഫ്റ്റിയെ സംബന്ധിച്ച് അല്ല, നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഓൾ ഇന്ത്യ സൂപ്പർവൈസിങ് ഫ്രീ ആണ്. ഫ്രീ ആയിട്ടാണ് നമ്മളവിടെ എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ഫ്രീ ആയിട്ട് സൂപ്പർവൈസിങ് കൊടുക്കും. നേരത്തെ ശ്രീരാഗ് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഇതിലുണ്ടെന്നുള്ളത്. അപ്പം ടാറ്റ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. കാരണം അവരാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. മാനുഫാക്ചറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനീസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ നിങ്ങളെ പാർട്ടിലുണ്ടോ? മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഘട്ടം ഓരോ സ്റ്റേജിലാണ് നമുക്ക് വരിക. അതായത് ഷീറ്റ് പർച്ചേസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബെൻഡിങ്ങിലേക്ക് പോകും, ഹോൾ ഇടണം, ആ രീതിയിലാണ്. അപ്പോൾ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തും പെയിൻറ്റിങ് കഴിഞ്ഞ് പുട്ടി വർക്കിലാണെങ്കിൽ പോലും പരമാവധി മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ സൂപ്പർവൈസിങ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പാക്കിങ് ചെയ്തിട്ട്, അതായത്
പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പാക്കിങ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക ഡെലിവറി കൊടുക്കുക കസ്റ്റമർക്ക്. മാക്സിമം പെയിൻറ്റ് കട്ടാവാത്ത രീതിയിലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ പിന്നെയും വണ്ടിയിൽ അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എങ്ങനെ നമ്മൾ എത്ര പാക്ക് ചെയ്താലും അതിന് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം പ്രൈമർ കോട്ട് അടിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയാറുള്ളത് ഒന്നുകൂടെ നിങ്ങൾ അതിനെന്ത് ചെയ്യണം, പ്രൈമർ കോട്ട് അടിക്കണം എന്നുള്ളത് പറയാറുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോർമൽ ബാക്കിയുള്ള കമ്പനീസ് ചെയ്യുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ? മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ആർക്കും ചെയ്യാൻ പറ്റും, അതേപോലെ ആർക്കും ഡെലിവറി കൊടുക്കാൻ പറ്റും. ആഫ്റ്റർ സർവീസാണ് എല്ലാവർക്കും ഇഷ്യൂസ്. ബ്രോന് ഞാനിപ്പം സാധനം തന്നു കഴിഞ്ഞാൽ നമ്മളെ ബന്ധം പൊളിയുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ സ്റ്റേഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ, അതായത് ഡെലിവറി കൊടുത്ത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്റ്റേഫ്റ്റിയുടെ ടീം ആ കസ്റ്റമർ അടുത്ത് എത്തിയിരിക്കും. എങ്ങനെ പോയാലും നമ്മളുടെ സോഷ്യൽ മീഡിയ ടീമോ ഇല്ലെങ്കിൽ സർവീസിൻ്റെ ടീം നിർബന്ധമായിട്ടും അവിടെ എത്തിയിരിക്കണം എന്നാണ് ഞാൻ സ്റ്റാഫിന് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു വർഷം അവർ ചിലപ്പോൾ മഴയത്ത് വെച്ചിട്ടുണ്ടാവും, വെയിലത്ത് വെച്ചിട്ടുണ്ടാവും, പണി നടക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം എന്തായാലും എല്ലാ കസ്റ്റമറുടെ അടുത്തും നമ്മളുടെ ടീം എത്തിയിട്ട് അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കും. കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പരിഹരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇപ്പം സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറയണ്ടായി. അപ്പോൾ അത് ആരുടെ ഐഡിയ ആയിരുന്നു കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും നിങ്ങൾക്ക് വർക്കൗട്ട് ആയത്? ഇപ്പോൾ എല്ലാവരും വീഡിയോസ്, യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൂടാ എന്നുള്ളൊരു ആശയം എനിക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ 1-2 ആൾക്കാരോട് അത് ഷെയർ ചെയ്തെങ്കിലും അവരാരും അതിനെ എന്ത് ചെയ്തില്ല, പ്രൊമോട്ട് ചെയ്തില്ല. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പരിചയപ്പെടുത്തുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു വർക്ക് നടന്ന സമയത്ത് ഞാനും സുഹൃത്തും കൂടി അവിടെ സൂപ്പർവൈസിങ്ങിന് പോയി. അപ്പോൾ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താലെന്താ എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഇതിൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ നമ്മളെ ടീം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ 2 പേജാണുള്ളത്. സേഫ്റ്റി എന്നുള്ള ഒരു പേജും ഉണ്ട്, സേഫ്റ്റി സ്റ്റീൽ ഡോർസ് എന്നുള്ള പേജും ഉണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള നമുക്കൊരു 30K ഫോളോവേഴ്സോളം ഇപ്പം നമ്മൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എൻക്വയറീസ് വന്നിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ത്രൂ തന്നെയാണ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലാണ്. പിന്നെ ലോക്കൽ മാർക്കറ്റിങ്ങിൽ നമ്മളെ സ്റ്റാഫ് ഓൾ കേരള ലെവലിലുണ്ട്. ബ്രോ, ഇപ്പോൾ എന്ത് തന്നെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മാർക്കറ്റിങ്ങിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? സോഷ്യൽ മീഡിയ ഏത് ബിസിനസ് ആണെങ്കിലും, ഇപ്പോൾ ചെറുകിട കച്ചവടക്കാരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കൂടെ നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഏറ്റവും നാട്ടിൻ പുറത്തുള്ള മീൻ കച്ചവടം എന്ന് പറയുന്നില്ല, അവർക്ക് പോലും നല്ല രീതിയിൽ, കാരണം ഒരു പെയ്ഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമല്ല സോഷ്യൽ മീഡിയ. അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾക്ക് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത് നിങ്ങളെ പേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 2-3 റീലായിട്ട് കണ്ടു, വെറും 5 lakhs rupeesന് നിങ്ങൾ ഫ്രാഞ്ചൈസി ആണോ, അത് ഫ്രാഞ്ചൈസി കൊടുക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള റീൽസ് കണ്ട്. അത് ശരിക്കും നമ്മുടെ ഫ്രാഞ്ചൈസി തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് മോഡാണോ? ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 2 വർഷത്തോളം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി എനിക്കൊന്നൊരു 2 weeks ആയിട്ടേ ഉള്ളൂ ഫ്രാഞ്ചൈസി ഔട്ട് ചെയ്തിട്ട്. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഔട്ട് ചെയ്ത സമയത്ത് ഇപ്പം ബ്രോ ചോദിച്ച പോലെ 5 lakh നമ്മളുടെ ഫ്രാഞ്ചൈസി ഫീസാണോ എന്ന് ചോദിച്ചല്ലോ. ഒരിക്കലല്ല. നമ്മൾക്കൊരു മിനിമം 5 lakh ഉണ്ടെങ്കിൽ അവിടുത്തെ ഫർണിഷിങ് അടക്കം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫ്രാഞ്ചൈസി ഔട്ട് ചെയ്തിട്ടുള്ളത്. ബ്രോൻ്റെ കയ്യിൽ ഒരു 5 lakh ഉണ്ടെങ്കിൽ മിനിമം നമ്മൾക്കൊരു 400 ഇല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് പക്ക പ്രൊഫഷണലായിട്ട് തന്നെ. അതായത് നമ്മൾ ഫ്രാഞ്ചൈസികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, സാധനങ്ങൾ അതായത് ഡിസ്പ്ലേ യൂണിറ്റ് പർച്ചേസ് ചെയ്ത് വെക്കും. ഇപ്പോൾ ബ്രോയുടെ ഫീൽഡ് ഇതല്ലെങ്കിൽ വേറൊരു ഫീൽഡിലാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 1 year 2 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പം ബ്രോ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുക ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും പർച്ചേസ് ചെയ്തിട്ട് വെക്കുക. ഈ ഒരു സാധനം കൊണ്ട് കുടുങ്ങും, ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യുന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്രാഞ്ചൈസിലോട് പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഡിസ്പ്ലേക്ക് വെക്കുന്ന സാധനം മിനിമം 1 year കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തോളും. അതും കൊണ്ട് അവരെന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർക്കിത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ആ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചെടുത്തോളും. 5 lakhs എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഫ്രാഞ്ചൈസിക്കായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഫ്രാഞ്ചൈസി നമ്മളൊരു ഇപ്പോൾ നിലവിൽ ഞാൻ പറയാറുള്ളത് 90% ടെൻഷനും
TFT ഹെഡ് ഓഫീസിനും 10% ഫ്രാഞ്ചൈസി ഓണേഴ്സിനും. കാരണം അതർ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പോലും ഫ്രാഞ്ചൈസി കൺസെപ്റ്റിലേക്ക് വരാം. യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. അതിൽ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന മുതൽ അതേപോലെ ലാൻഡ് സെലക്ട് ചെയ്യുന്നത് മുതൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ടീം, മാർക്കറ്റിങ്ങിൻ്റെ ടീം, അതേപോലെ പിന്നെ എല്ലാ വിങ്ങും നമ്മൾ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ടീം, ഇവരെല്ലാം നമ്മൾ ആ ഒരു നിങ്ങൾ ബ്രോ ഒരു ലാൻഡ് കണ്ടെത്തിയാൽ അവിടെ നമ്മൾ ആദ്യം സ്റ്റഡി നടത്തും. സ്റ്റഡി നടത്തിയതിന് ശേഷം, മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് എഗ്രിമെൻ്റ് അടക്കം നമ്മൾ എഴുതുള്ളൂ. അവിടെ എങ്ങനെയാണ്, അതേപോലെ നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊല്ലത്തോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഇടുന്ന ഡിസ്പ്ലേ കോഴിക്കോട് കൊണ്ടുപോയിട്ടൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ ഡിഫറൻസ് ഉണ്ടാവും. അത് എന്താണോ അവിടുത്തെ ട്രെൻഡ്, ആ ട്രെൻഡിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ആണ് നമ്മളിടുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് വിൻഡോ ഒക്കെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചാണ്, ഞങ്ങൾക്ക് ഇന്ന പർപ്പസാണ്, അതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതേപോലെ ശിവകാശിയിൽ നമ്മൾ ചെയ്ത സമയത്ത് ഒരു പൂജാ റൂം, ആ പൂജാ റൂമിൽ നിന്ന് അവർക്ക് വേണ്ട കത്തിച്ച് വെച്ചുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് ചെയ്തു കൊടുത്തു. ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക് 10% എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു ആൾക്കും ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും TFT ആയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. കാരണം നമ്മൾ കേരള, കർണാടക, തമിഴ്നാട്, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസിക്ക് വേണമെങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹെഡ് ഓഫീസിൽ സ്റ്റാഫുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാഫിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഹയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും, കേരളത്തിൽ മാത്രമല്ല എവിടെയും അവർക്ക് വർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫ്രാഞ്ചൈസിൻ്റെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാലി ബ്രോ, 6 വർഷം മുന്നേ തുടങ്ങിയ ബിസിനസ് ഇന്ന് സൗത്ത് ഇന്ത്യ മൊത്തം വ്യാപിക്കുന്ന രീതിയിൽ സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോസിൻ്റെയും കേസിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് പോട്ടെ, ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്യട്ടെ. ഈ പോഡ്കാസ്റ്റ് കാണുന്ന പലരും ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 5 lakhs മാത്രം കൊടുത്തുകൊണ്ട് ഒരു ഫ്രാഞ്ചൈസി ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഓപ്പൺ ചെയ്യാൻ, അതും ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.